ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതും ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കൊരു കാർഡ് ചാടി ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 5 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 5 ഓഫ് വാൻഡ്സ്. ഓക്കെ, 6 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ്, 10 ഓഫ് പെന്റക്കിൾസ്, 7 ഓഫ് കപ്സ്, ദ എംപറർ കാർഡാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് സോർഡ്സ്, 4 ഓഫ് പെന്റക്കിൾസ്, 6 ഓഫ് പെന്റക്കിൾസ്, 9 ഓഫ് സോർഡ്സ്, 4 ഓഫ് കപ്സ്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ദ മൂൺ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സമയമാണോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോഴത്തെ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കുമ്പോൾ അവരുടെ ഉള്ളിനുള്ളിൽ വളരെയധികം ഒരു സംഘർഷം നടക്കുന്ന ഒരു സമയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ വലിയൊരു പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. അവരുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്ട്സുകൾ നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ 5 ഓഫ് വാൻഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ചിന്തകളിൽ, ഓർമ്മകളിൽ ഒക്കെ ഒത്തിരി ആശയക്കുഴപ്പവും അതുപോലെ തന്നെ ഒരു കലങ്ങുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇമോഷൻസ് ആണ്. അപ്പോൾ മൊത്തത്തിലൊരു ഇമോഷണലി അവർ നോക്കുമ്പോൾ മൊത്തം കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വരുന്നത് നോക്കുന്ന ഒരു 9 ഓഫ് സോർഡ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു 9 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ അവർ ഉറങ്ങാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് രാത്രിയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമോഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഫീലിങ്സുകൾ. അതുപോലെ തന്നെ അവർക്ക് ഒരു കുറ്റബോധം തോന്നുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഒരു വിഷമം, ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു സന്തോഷമല്ല ഉണ്ടാകുന്നത്, വളരെയധികം വിഷമമാണ് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അവരവരുടെ ഒരു യഥാർത്ഥ ഫീലിങ്സുകളൊക്കെ തുറന്ന് പറയാനായിട്ട് ഭയപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ഫീലിങ്സും ഒക്കെ നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ പറയാനോ അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു ഓർമ്മകൾ അവരെ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അത് ആ ഒരു ഓർമ്മകൾ അവർക്കൊരു മാനസികമായിട്ട് ഒരു ഭാരമായിട്ട് ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അതൊരു വിഷമമാണ് എപ്പോഴും കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ റീഡിങ്ങുകളിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സൺ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വളരെ ഒരു സമാധാനം, സന്തോഷം കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള റീഡിങ്ങുകളാണ് നമുക്ക് വരാറുള്ളത്. പക്ഷേ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഒത്തിരി വിഷമവും സങ്കടവും ഒക്കെ തോന്നുന്ന ഒരു സമയം ആണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായിട്ട് നമുക്കിവിടെ 6 ഓഫ് കപ്സും അതുപോലെ കിങ് ഓഫ് കപ്സുമാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വ്യക്തമായിട്ട് ഒരു ഉത്തരമുണ്ട്. 6 ഓഫ് കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ നിമിഷങ്ങൾ, പാസ്റ്റിലെ ഓർമ്മകൾ, ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു ആ ഒരു സമയത്ത് എന്നുള്ളതാണ്. അതുപോലെ കിങ് ഓഫ് കപ്സ് വരുമ്പോഴത്തേക്കും ഒരു ഡീപ്പായിട്ടുള്ള പക്ഷെ ഒരു കൺട്രോൾ ചെയ്ത ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ട്. അവരുടെ ഉള്ളിൽ വളരെയധികം ഡീപ്പായിട്ട് വളരെയധികം ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ് ഇത്. എങ്കിൽ കൂടിയും അവർ അത് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്.
പഴയ സമയത്ത് പാസ്റ്റിൽ നിങ്ങൾ നടത്തിയിരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് ചിലവഴിച്ച ആ ഒരു കുറച്ച് സമയങ്ങളാണെങ്കിൽ കൂടിയും ആ ഒരു കൊച്ചു കൊച്ചു സമയങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വളരെ ഒരു ലൈവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു കാർഡിൽ നിന്ന്. അവരതൊന്നും മറന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു സമയങ്ങളൊക്കെ വളരെ ലൈവായിട്ട് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ കിങ് ഓഫ് കപ്സ് കാണിക്കുന്നത് അവരുടെ സ്നേഹം പുറത്തോട്ട് ഒരു പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറല്ലാത്ത ഒരവസ്ഥയാണ് എന്നാണ്. ഇത്രയധികം മിസ് ചെയ്യുന്നുണ്ട്, ഇത്രയധികം വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹം പുറത്തോട്ട് പറയാനായിട്ട് അല്ലെങ്കിൽ കാണിക്കാനായിട്ട് ഈ ഒരു സമയത്ത് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മിസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പുറത്ത് പറയുന്നില്ല അല്ലെങ്കിൽ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ പിന്നെ എംപറർ കാർഡ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് സോർഡ്സ്, 4 ഓഫ് പെന്റിക്കിൾസ്. ഈ ഒരു കാർഡുകൾ നോക്കുമ്പോൾ എംപറർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും അവരുടെ ഇമോഷൻസിൽ ഒരു നിയന്ത്രണം വിട്ട് പുറത്തേക്ക് വരാനായിട്ട് അവർ തയ്യാറാകുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. എംപറർ ആ ഒരു ഈഗോയിൽ അവർ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് സോർഡ്സിലേക്ക് വരുമ്പം ഈ ഒരു ഹൃദയത്തെക്കാൾ അവര് ബുദ്ധി പറയുന്നതാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. അതായത് കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഫീലിങ്സുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ആ ഒരു ഫീലിങ്സുകളുടെ പുറത്ത് ഒരു ഡിസിഷൻ എടുക്കാനോ ഒരു ആക്ഷൻ എടുക്കാനോ ഒന്നും ഈ ഒരു വ്യക്തി തയ്യാറാകുന്നില്ല. അത് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനും പ്രവർത്തിക്കാനുമാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധി പറയുന്നത് കേൾക്കാനാണ് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നത്. കാരണം ലോജിക്കലായിട്ട് അവർ പലപ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ 4 ഓഫ് പെന്റിക്കിൾസ് ആണ് വരുന്നത്. അപ്പൊ ഈ 4 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ വരുന്നത്. ഒത്തിരി ഇമോഷൻസ് ഉണ്ടെങ്കിലും ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കുന്നതായിട്ട് തന്നെയാണ്. അപ്പൊ അവര് നിങ്ങളെ ഒരു സൈഡിൽ വളരെയധികം മിസ് ചെയ്യുമ്പോഴും ആദ്യം ഞാൻ ഇനി കോണ്ടാക്ട് ചെയ്യേണ്ട എന്നൊരു ഈഗോ ഉള്ളിൽ അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആണ് അവർ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത് എന്നാണ് കാണുന്നത്. പക്ഷെ വളരെ ചുരുക്കം പേർക്ക് ഞാൻ ഇനി ആദ്യം കോണ്ടാക്ട് ചെയ്യേണ്ട എന്ന രീതിയിലൊരു ഈഗോ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് ആണ് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. അതായത് വളരെ ഇവർക്കിപ്പോൾ ഒരു ഹാപ്പിനെസ്സിനേക്കാളും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനേക്കാളും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുള്ള എക്സൈറ്റ്മെന്റിനേക്കാളും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിനേക്കാളും ഒക്കെ അവർ ഈ ഒരു സമയത്ത് മനസ്സിന്റെ ഒരു സമാധാനമാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം മിസ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊരു സമാധാനം തേടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴെന്നാണ് കാണുന്നത്. പിന്നെ 10 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, അതുപോലെ 6 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇവിടെ ഒരു 10 ഓഫ് പെന്റിക്കിൾസ് വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി, അതുപോലെ അല്ലെങ്കിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ആ ഒരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഈ റിലേഷൻഷിപ്പിൽ ഇപ്പൊ സെപ്പറേഷനിലൊക്കെ ആയിരിക്കുന്നവരാണെങ്കിൽ ഇതിലൊരു ബാലൻസ് കൊണ്ടുവരാനും അങ്ങനെ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഉണ്ടായി ഒരു നല്ല ഗിവ് ആൻഡ് ടേക്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനും ഒക്കെ അവർ ഒത്തിരി ആഗ്രഹിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ നിങ്ങളെ വെറും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. അവർക്ക് നിങ്ങളൊരു ലോങ് ടേം ആയിട്ട് ഉള്ള റിലേഷൻഷിപ്പായിട്ട് എന്നും അവരുടെ ലൈഫിൽ കൂടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട്. എന്തോ ഒരു മിസ് ഫീലിംഗ് അവർക്ക് വരുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതെന്താണ് എന്ന് കണ്ടുപിടിച്ച് അതൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുക്കണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവര് അകലം പാലിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം, നിങ്ങൾ ഇന്ന് മാറി നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഉള്ളിന്റെ ഉള്ളില് വികാരങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് അവർക്കൊരു മടിയുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഒന്ന് അകന്ന് നിൽക്കാം എന്ന രീതിയിലാണ് ഇവരൊരു അകലം പാലിച്ച് മാറി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊരു എന്നേക്കുമായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നുമല്ല. ഈ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സൈലന്റ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു താൽക്കാലികമായിട്ടുള്ള അകലം മാത്രമാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവര് അകന്നു നിൽക്കുന്നത് ഫീലിങ്സ് ഇല്ലാത്തത് കൊണ്ടുമല്ല, മറിച്ച് ഫീലിങ്സ് അധികം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു അധികമുള്ള ഫീലിങ്സുകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആകാനാണ് ചാൻസ്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിലൊരു സംസാരം ഉണ്ടാകുമോ എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഏസ് ഓഫ് സോർഡ്സിന്റെ ഒരു എനർജി ഉണ്ട്. ഒരു
എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരാനായിട്ടുണ്ട്, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന കുറേ സത്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിലാക്കേണ്ട കുറേ സത്യങ്ങളുണ്ട്. അപ്പം ആ ഒരു സത്യങ്ങളൊക്കെ വെളിച്ചത്ത് വരേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരിക്കലും അവർ സത്യസന്ധമായിട്ട് ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ, അല്ലെങ്കിൽ നിങ്ങളോട് തുറന്നു പറയേണ്ടതായിട്ട് കുറേ സത്യങ്ങൾ, അല്ലെങ്കിൽ അവർ മറച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അവർ മനസ്സിനുള്ളിൽ അടക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം അവർ നിങ്ങളോട് തുറന്ന് ഒരു സംസാരം ഉണ്ടാകും ഫ്യൂച്ചറിൽ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പക്ഷേ കുറച്ച് ഈഗോയും അതുപോലെ കുറച്ച് കാര്യങ്ങളിലുള്ള ഒരു പേടിയും ഉള്ളിലെ കുറേ ആശങ്കകൾ, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെയായിരിക്കാം, ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവർ അത് തുറന്നു കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവർ രാത്രി സമയം കൂടുതലായിട്ടും നിങ്ങളെ ഓർക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ പാസ്റ്റിലെ ഓർമ്മകൾ അവരെ ഇപ്പോഴും ഇങ്ങനെ ലൈവായിട്ട് നിർത്തുന്നു. അത് അവരിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല, വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പം ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് വരുന്നത് നിങ്ങൾ വളരെ ക്ഷമയോടെ ഇരിക്കണം. യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ആണ്, നിങ്ങൾ വളരെ ക്ഷമയോടെ ഇരിക്കണം. അവർ ഉള്ളിലെ ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശാന്തമായിട്ട് അവർക്കൊരു സമാധാനം കിട്ടി സത്യസന്ധമായി സംസാരിക്കാനായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ നോക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അത് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഒത്തിരിയധികം ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയോ കുറേ കാരണങ്ങൾ കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ മിസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹവും ഫീലിങ്സും ഒക്കെ ആഴത്തിലുള്ള ഒരു സ്നേഹം തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് എങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് നമുക്ക് യൂണിവേഴ്സ് എന്നുള്ള ആ ഒരു ഗൈഡൻസ് ഒന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 9 ഓഫ് സോഡ്സ് എടുക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ കൂടുതലായി നമ്മളിപ്പോൾ ഈ 9 ഓഫ് സോഡ്സിൽ ഈ ഒരു വ്യക്തി ഉറങ്ങാതെയുള്ള സമയങ്ങൾ, രാത്രി സമയങ്ങളിലൊക്കെ ഒത്തിരി വിഷമിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ കൂടുതലായിട്ട് ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. ചിന്തിച്ച് വിഷമിക്കാനുള്ള ഒരു സമയങ്ങളൊക്കെ ഒഴിവാക്കി വിടുക. അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കുന്നുണ്ട്, അവരിപ്പോൾ എന്തെടുക്കുമായിരിക്കും, എന്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും നിങ്ങളിങ്ങനെ നിരന്തരമായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ആ ഒരു കാര്യം തളർത്തുകയേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിനാൽ ആദ്യം സ്വയം ഒരു മാനസികമായിട്ടുള്ള ഒരു സമാധാനം നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഫസ്റ്റ് ഗൈഡൻസ്. പിന്നെ കുറേ ആളുകൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പെട്ടുപോയതിന് കാരണം ഞാനാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തിപ്പെട്ടതിന് കാരണം ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്ന രീതിയിൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ ഒത്തിരി ഇവിടെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വില കുറിച്ച് കാണുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറിച്ച് കാണരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കാരണം ക്യൂൻ ഓഫ് സോഡ്സും ദ എംപറർ കാർഡും ഒരു പ്രധാനമായിട്ട് നമുക്ക് യൂണിവേഴ്സ് മെസ്സേജ് നൽകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധത്തിൽ സെൽഫ് റെസ്പെക്റ്റ് അതുപോലെ തന്നെ ക്ലാരിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു കാര്യമാണ്. അവരാണ് ഇപ്പോൾ ഈ അകലം പാലിക്കുന്നതെങ്കിൽ നിങ്ങൾ പിന്തുടർന്ന് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കളയാതെ ഒരു ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന ഒരു ഗൈഡൻസ്. പിന്നെ 4 ഓഫ് പെന്റിക്കിൾസിന്റെ ഇത് എടുക്കുവാണെങ്കിൽ അധികം ഒരു പിടിച്ചു നിൽക്കരുത് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ബന്ധത്തെ അധികമായി ഇങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്, അത് നമ്മളെ വേദനിപ്പിക്കുമെന്നതാണ്. ആ ഒരു ബന്ധത്തിൽ ഒത്തിരി അറ്റാച്ച്ഡ് ആകാനോ ഒത്തിരി ആഴങ്ങളിലേക്ക് ഇറങ്ങാനോ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടാകരുത്. ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അധികം അങ്ങോട്ട് ഡീപ്പായി പോകാതെ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പിന്നീട് വളരെയധികം വേദനയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു സ്പേസ് കൊടുക്കുന്നത് എല്ലാ റിലേഷൻഷിപ്പും എല്ലാം ശരിയായി വരാൻ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളും എല്ലാം ശരിയായി വരാനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ബന്ധത്തിന്, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബാലൻസ് ആവശ്യമാണ് എന്നാണ് 6 ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു
ബന്ധം വിജയിക്കാനായിട്ട് ശരിക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ഗിവ് ആൻഡ് ടേക്ക് ഈ രണ്ടാളുകളിൽ നിന്നും വേണം. അപ്പൊ നിങ്ങൾ മാത്രം ശ്രമിച്ച് എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ബന്ധമല്ല ഇത്. അത് നിങ്ങൾ മാത്രം ഇതിനകത്ത് എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ആരോഗ്യകരമായ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അവരും ശ്രമിക്കണം. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാക്സിമം കൊടുത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിൽ നിന്നും ഇവിടെ വലിയ കാര്യങ്ങളുള്ളതായിട്ട് കാണുന്നില്ല. അതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. രണ്ട് ഭാഗത്തു നിന്നും ഒരേപോലെയുള്ള ഒരു സ്നേഹവും കെയറും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ മാത്രമാണ് അതൊരു നല്ല സക്സസിലേക്ക് ആ റിലേഷൻഷിപ്പ് എത്തുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാത്രം ശ്രമിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒട്ടും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകില്ല. അവരും കൂടി ഈ ഒരു റിലേഷൻഷിപ്പിന് എഫേർട്ട് ഇട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേയേറെ കാര്യങ്ങൾ ക്ലിയർ ആകാനുണ്ട്, വ്യക്തത വരാനുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ. ആ ഒരു കോൺവെർസേഷനോടുകൂടി ആ ഒരു കാര്യങ്ങളെല്ലാം പുറത്തു വരും, വെളിവാകും, ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ പറയാനും വിഷമങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിനുള്ളിലാക്കി ഒന്ന് ശാന്തമായ രീതിയിൽ അത് ഈ ഒരു വ്യക്തിയോട് കോൺവെർസേഷൻ വരുന്ന സമയത്ത് പറയാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ഒരു ഹോണസ്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുക. അത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിൽ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അധികം ഈ ഒരു വ്യക്തിയെ പിന്തുടരാതിരിക്കുക, അവർക്ക് അവരുടേതായ ഒരു സ്പേസ് നൽകുക, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട് കാത്തു സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമുക്കിവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കാനായിട്ട് അവർക്കൊരു സമയം കൊടുക്കുക. അവർ തന്നെ അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അവർ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സോൾ മെസ്സേജസും കൂടി നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെസ്സേജ്, ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. അതാണ് അവർക്ക് ഫസ്റ്റ് പറയാനായിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മെസ്സേജസ് നിങ്ങളോട് പറയാനുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്, നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഓക്കെ, യു മേക്ക് മീ ഹോപ്പ്ഫുൾ. ഓക്കെ, നിങ്ങളാണ് അവരെ ഒരു പ്രതീക്ഷയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയത് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ലൈഫിൽ ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ അവർക്കൊരു ലൈഫിനൊരു പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ് എന്നുള്ളതാണ്. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. ഓക്കെ, എല്ലാറ്റിനും ഉപരിയായിട്ട് അവര് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. നിങ്ങളാണ് അവർക്ക് ഈ ഒരു ഭൂമിയിലെ ഒരു സ്വർഗം എന്ന് പറയുന്നത്, അത് നിങ്ങളാണ് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൻഡ് ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിൽ ആ ഒരു വ്യക്തി വളരെ ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ ഭാഗ്യവതിയാണ്. ഇനി നിങ്ങളെ മീറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ലവ് യു എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, ഐ റിയലി വാണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. ഓക്കെ, ആക്ച്വലി ഇവർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് പോകണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് അറിയില്ല എങ്ങനെയാണ് ആ ഒരു കാര്യം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് എങ്ങനെ നടത്തിയെടുക്കാം എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഇപ്പോൾ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്തോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ,
റെയിൻബോ, ഈ ഒരു സമയത്ത് റെയിൻബോ സയൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ റെയിൻബോ സയൻസ് ഒക്കെ കാണുന്നുണ്ടാവും. ലെറ്റർ ആർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ്, പാലക്കാട് ജില്ല, നമ്പർ 1. നെയിൽ പോളിഷ്, ബ്ലൂ കളർ, 1986, 1979. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവിളിലും മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. മെസ്സി ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നുണ്ട്. 1988, 1986, സെപ്റ്റംബർ മന്ത്, നമ്പർ 23, നമ്പർ 22, നമ്പർ 4, 2005, ഡിസംബർ മന്ത്, 1987, ദിസ് മന്ത് എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 33, 1994, നമ്പർ 46, ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 25, നമ്പർ 28. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.